ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. എന്നാലേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് 4 മണി പലഹാരം. അതിനായി വേണ്ടത് 5 മുട്ടയോട് ഉണ്ടാക്കുന്ന കിളിക്കൂട് എന്ന ഒരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 3 സവാള, മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. എരിവിനാവശ്യമായ പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. അങ്ങനെ 5 മുട്ടയും പൂങ്ങിയിട്ട് വെക്കണം കേട്ടോ. മുതുമണ്ണ തന്നെ വേണം. അങ്ങനെ ഒരു ചീഞ്ചട്ടിയിൽ തീമ വെച്ചിട്ട് ഉള്ളി വയറ്റാനെടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപ്പും ലേശം ആഡാക്കുന്നുണ്ട്. ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ ഉപ്പിട്ടെങ്കിൽ ഉടയും, അതുകൊണ്ടാണ്. അങ്ങനെ ഉള്ളിയെല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും, ചതച്ച പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡാക്കാം. അതും നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പം പൊരിഞ്ഞ് കിട്ടിയെന്നും വേണ്ട, ചെറുങ്ങനെ ഒരു മാറ്റം വന്നാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ റോളിനെല്ലാം ഉണ്ടാക്കുന്ന മസാലയില്ല, അതുപോലെ കിട്ടിയാൽ മതി. അതുപോലെ വേണ്ടും. അതിലേക്ക് പൊടികൾ ആഡാക്കണതിന്. അതിനായി പൊടികളെല്ലാം എന്ന് വെച്ചാൽ ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ആവശ്യമായ മുളക് പൊടി മാത്രം മതി. ഞാൻ പച്ചമുളക് 3 എണ്ണം ഇട്ടത് കൊണ്ട് മുളക് പൊടി ലേശേ ഇടുന്നില്ല. അതും ഇട്ട് അതിലേക്ക് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഗരം മസാലയും ചേർത്തിട്ട് അതിലേക്ക് പിന്നെ ആരും ഇടാതെ ഒരു പൊടികളാണ് ഞാൻ പിന്നെ ഇടുന്നത്. മാഗി വാങ്ങുമ്പോൾ മസാല കിട്ടില്ല ഒരു ആ പാക്കറ്റ്, അതിൽ അര പാക്കറ്റ് ഞാൻ ആഡാക്കുന്നുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റ് വരും, നല്ല മണം വരും. ഒന്നാമത് കിളിക്കൂട് എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിലേക്കെല്ലാം ആഡായിട്ട് വരും ആ പൊടി, അതുകൊണ്ട് അതും ആഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് പൊറിച്ചതും അതിലിടാം. പിന്നെ ഉരുളിയാക്കിയിട്ട് എടുക്കണം. പിന്നെ 2 മുട്ട വേറെ തന്നെ വേണം. അങ്ങനെ ഉരുളിയാക്കി വെച്ചതിൽ മുട്ട ഫില്ലിങ് ചെയ്തിട്ട് മുട്ടയിൽ മുക്കുക, സേമയിൽ പുരട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് അതും ആക്കിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം, എണ്ണ ഒഴിക്കാം. അതിലേക്ക് എണ്ണ ചൂടാക്കുമ്പോൾ ഓരോരു ഇതാക്കിയിട്ട് ഇട്ടിട്ട് എടുക്കാം. അപ്പം ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കാം. ഓൾറെഡി ഫുള്ള് വെന്ത് പോയത് സാധനമാണ് എല്ലാം. അപ്പം ചെറിയൊരു ഇത് മാത്രമേ വേണ്ടതും, അതുകൊണ്ട് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓരോന്നേ എടുത്തിട്ട് അത് എന്താക്കും, എണ്ണയിൽ എടുത്തിട്ട് വെച്ചത് പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം. പീസാക്കിയിട്ട് തന്നെ എടുത്തിട്ട് ഇറക്കണം. അപ്പം കിളിക്കൂട് ആയി പിന്നെ പീസാക്കിയിട്ട് എടുക്കാം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക. എല്ലാ മക്കൾക്കും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് തീർച്ചയായും ഞാൻ പറയുന്നത്. അപ്പം പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ.